കോതമംഗലം നഗരസഭയിൽ വിരമിക്കുന്ന അംഗൻവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം നഗരസഭയിലെ അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന പ്രവർത്തകർക്കുള്ള യാത്രയയപ്പ് ടൗൺ UP സ്കൂളിലാണ് നടന്നത്. കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു യോഗം ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം ഒരു ബേസിക് സാലറിയോ അല്ലെങ്കിൽ ഗഡുക്കളായിട്ടുള്ള വർധനവോ കാര്യങ്ങളോ ഇല്ല. ശമ്പളം ഏകീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അന്നും എന്നും നഗരസഭയെ സംബന്ധിച്ചോളം ഈ അംഗനവാടി ടീച്ചേഴ്സിൻ്റെ കൂടെ നിൽക്കാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ ബുദ്ധിമുട്ടുകൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും വില കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പലപ്പോഴും എന്നോട് ഇവർ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ. ഷീല മുതൽ ഇവിടെ പല സീനിയർ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, ഒരവസരം വരും. ആ അവസരം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അംഗനവാടി ടീച്ചേഴ്സിൻ്റെയും ഹെൽപ്പേഴ്സിൻ്റെയും ശമ്പളത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ച് ഒരു കുടുംബം നടന്നു പോകുവാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കുവാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കും. ഞാൻ ശ്രമിക്കാം എന്നിവർക്ക് വാക്കുകൊടുത്തിട്ടുള്ളതാണ്. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ICDS CDPO പിങ്കി K. അഗസ്റ്റിൻ, കൗൺസിലർ മിനി മാത്യു, 3-ാം വാർഡ് കൗൺസിലർ മരിയ രാജു, പ്രതിപക്ഷ നേതാവ് CPS ബാലൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വിരമിക്കുന്ന അംഗൻവാടി അധ്യാപിക വത്സ PD, അംഗൻവാടി ഹെൽപ്പർമാരായ ആനി വർക്കി, ശാന്ത KA തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. അംഗൻവാടി ടീച്ചർ ഷീല ജയൻ സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.